ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ സിറ്റിംഗ് നടത്തി. കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയുടെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് നടന്നത്. കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സിറ്റിംഗിൽ 62 പരാതികളാണ് പരിഗണനയ്ക്ക് വന്നത്. സിറ്റിംഗിൽ 14 പരാതികൾ പരിഹരിച്ചു. 4 പരാതികളിൽ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. 2 പരാതികളിൽ ജാഗ്രതാ സമിതികളോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അടുത്ത സിറ്റിംഗിൽ 42 പരാതികൾ പരിഗണിക്കും. വനിതാ കമ്മീഷന്റെ കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ള സിറ്റിംഗിൽ 62 പരാതികളാണ് ഹിയറിംഗിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 14 പരാതികൾ പരിഹരിച്ചു. 4 പരാതികളിൽ പോലീസിന്റെ 62 പരാതികളാണ് ഹിയറിംഗിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 14 പരാതികൾ പരിഹരിച്ചു. 4 പരാതികളിൽ പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 പരാതികൾ ജാഗ്രതാ സമിതികളോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത സിറ്റിംഗിലേക്ക് 42 പരാതികളാണുള്ളത്. ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പീഡനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളാണ് കമ്മീഷൻ്റെ മുമ്പാകെ കൂടുതലായിട്ട് വരുന്നത്. വളരെ മൃഗീയമായിട്ടുള്ള രൂപത്തിൽ ഇപ്പോഴും ഭാര്യയെ തല്ലുകയും മൃഗീയമായിട്ടുള്ള പീഡനങ്ങൾക്കിരയാക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ജില്ലയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള പരാതികൾ ഗൗരവമേറിയ വിധത്തിൽ അന്വേഷിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും കേസ് രജിസ്റ്റർ ചെയ്യാനും വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് പരാതികളായിട്ട് ഏറെയും വരുന്നത്. അയൽവാസി അസഭ്യമായിട്ടുള്ള ഭാഷയിൽ അധിക്ഷേപിച്ചു, സംസാരിച്ചു, കയ്യേറ്റം ചെയ്യാൻ മുതിർന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വനിതാ കമ്മീഷൻ ആ പരാതി സ്വീകരിക്കേണ്ടി വരുന്നുണ്ട്. തൊഴിലിടങ്ങളിലുള്ള പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളും കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുണ്ട്. കമ്മീഷൻ അംഗം കുഞ്ഞായിഷ, അഭിഭാഷകരായ പ്രമീള, ചിത്ര ശശിധരൻ, കൗൺസിലർ മാനസ ബാബു എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.